കൊടകരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മറ്റത്തൂർക്കുന്ന് സ്വദേശി ആരവ് കൃഷ്ണനാണ് മരിച്ചത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ബാസിയെയും ഷൈൻ ടോം ചാക്കോയെയും നാളെ ചോദ്യം ചെയ്യും. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് പരാതി. വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മുനയ്ക്കക്കടവ് നിരോധിച്ച വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് വിറ്റ തുക ട്രഷറിയിൽ അടച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കൊടകരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മറ്റത്തൂർക്കുന്ന് കരിമ്പനക്കൽ ലത്തീഷിന്റെ മകൻ 20 വയസ്സുള്ള ആരവ് കൃഷ്ണനാണ് മരിച്ചത്. 2 മാസം മുൻപായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ബാസിയെയും ഷൈൻ ടോം ചാക്കോയെയും നാളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാൻ എക്സൈസ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടിനെക്കുറിച്ചായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക. സിനിമാ സെറ്റുകളിൽ ലഹരി ഇടപാട് നടന്നോ എന്നാണ് സംശയം. കേസിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ താരങ്ങളെയും പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയായിരിക്കും ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്യുക. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് പിടിയിലായത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവുമായി പിടിയിലായത്. ഇവരിൽ നിന്ന് 1.5 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഇരുവരും വർഷങ്ങളായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് എക്സൈസിനോട് സമ്മതിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംവിധായകർ കഞ്ചാവുമായി പിടിയിലായത്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സംവിധായകർ കഞ്ചാവുമായി പിടിയിലാകുന്നത്. സംവിധായകനും ഛായാഗ്രാഹകനുമായി സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. അതേസമയം അറസ്റ്റിലായ സംവിധായകരെ സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ടേഴ്സ് യൂണിയന് ഫെഫ്ക നിർദ്ദേശം നൽകി. വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. 28 മുതൽ മെയ് 26 വരെയാണ് വൈശാഖം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം. മേടമാസത്തിലെ കറുത്തവാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചന്ദ്രമാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമ ജപം, ദാനം നൽകൽ എന്നിവയാണ് വൈശാഖത്തിന്റെ പ്രത്യേകത. ബലരാമ ജയന്തി, പരശുരാമ ജയന്തി, ശ്രീശങ്കര ജയന്തി, ദത്തോത്രേയ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ എന്നീ വിശേഷ ദിനങ്ങൾ വൈശാഖത്തിലാണ്. വൈശാഖമാസം വിഷ്ണുവിനെ പൂജിച്ചാൽ വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കാലയളവാണിത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദിവസം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. വൈശാഖ ആരംഭ ദിനത്തിൽ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം നടത്തും. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ഏപ്രിൽ 30-നാണ്. ക്ഷേത്രത്തിൽ പാരമ്പര്യാവകാശികളായ ക്ഷേത്രം കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയുമുണ്ടാകും. കാലത്തും ഉച്ചകഴിഞ്ഞ് മേളത്തോടെ കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പുമുണ്ട്. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തി പ്രഭാഷണവും ഉണ്ടാകും. മുനയ്ക്കക്കടവ് നിരോധിച്ച വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ പിടികൂടി പിഴ ചുമത്തി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പറമ്പിൽ വീട്ടിൽ സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ട് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലയുപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുക്കുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 7,900 രൂപ ട്രഷറിയിലൊടുക്കി. കോസ്റ്റൽ എസ്ഐമാരായ സുമേഷ് ലാൽ, ലോഫി രാജ, KB ജലീൽ, ASI PM ജോസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു തുടങ്ങിയവർ പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു.
തന്റെ കറുപ്പിനെ പറ്റിയും ശരീരത്തെ പറ്റിയും ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ തന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് പ്രശസ്ത ഭരതനാട്യ നർത്തകനും കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ RLV രാമകൃഷ്ണൻ. മുള്ളൂർക്കര ഇരുനിലങ്കോട് പ്രവർത്തിക്കുന്ന ജനകീയ വായനശാലയുടെ 61ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും ആദരവും ഫോട്ടോ അനാച്ഛാദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹമാധ്യമങ്ങളിൽ ഫോട്ടോ ഇട്ടാൽ തന്റെ കളറിനെ പറ്റിയും ഡ്രസ്സിനെ പറ്റിയും കളിയാക്കുന്ന അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ VT സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചരണത്തിന് വേൾഡ് റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത PT അനീഷ് കുമാർ, PK മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാമകൃഷ്ണൻ ജ്യേഷ്ഠൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ഗാനവും ആലപിച്ചു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി. വിവിധ കവർച്ചാ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും BJP UDF പ്രവർത്തകർ പോലീസ് പിടിയിലായത് സംബന്ധിച്ച് അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. BJP UDF കൊള്ളയ്ക്കും തട്ടിപ്പിനുമെതിരെ CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി വടക്കേനടയിൽ സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TP പ്രവേശ്, നേതാക്കളായ ഷീല രാജകമൽ, അഷ്റഫ് സംബാൻ, CV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏരിയയിലെ മറ്റ് 10 ലോക്കൽ കമ്മിറ്റികളും ഈ മാസം 29-ന് വൈകിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് ബഹുജന സംഗമം നടത്തും. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായി അങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ കുറവാണ്. പുത്തൂർ പുഴമ്പള്ളത്ത് പുഴയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവല്ലാമല സ്വദേശി കുന്നേൽ വീട്ടിൽ 41 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. പുത്തൂർ ബത്സൈദയിലെ അന്തേവാസിയായിരുന്നു. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷേക്സ്പിയർ ഡേയ്സ് എന്ന പേരിൽ പ്രഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ചെറൂർ സാഹിതിയിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ വിചക്ഷണ നളിനി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം സെക്രട്ടറി PRK ചേനം അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് എഴുത്തുകാരിയും പത്മശ്രീ ജേതാവുമായ പെപിറ്റ സേത മുഖ്യാതിഥിയായിരുന്നു. സാഹിത്യകാരന്മാരായ P വിനോദ്, K ഉണ്ണികൃഷ്ണൻ, രാജലക്ഷ്മി മാനഴി എന്നിവർ പങ്കെടുത്തു. യുവതിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ പ്രതിക്ക് 28 വർഷം തടവും ₹1,00,000 പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി. വല്ലാർപാടം മുളുവക്കാട് പുത്തൻചിറ വീട്ടിൽ ഷിജുവിനെയാണ് ശിക്ഷിച്ചത്. വിവാഹിതരാണെന്ന കാര്യം മറച്ചുവെച്ച് യുവതിയെ വിവാഹം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്യുകയും കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ ആക്രമിക്കുകയും ആഭരണങ്ങളും പണവും കവർച്ച ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് നടപടി. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. വൈശാഖൻ എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി മാട്രിമോണി വഴി പരാതിക്കാരിയെ പരിചയപ്പെട്ട് ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ES സീനത്ത് കോടതിയിൽ ഹാജരായി. കയ്പമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ കൌൺസിൽ അംഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PK കുട്ടൻ പതാക ഉയർത്തി. TK സുധീഷ്, KS ജയ, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചുമൊയ്തീൻ, TN തിലകൻ, MD സുരേഷ് എന്നിവർ സംസാരിച്ചു. ER ജോഷി സെക്രട്ടറിയും PK റഹീം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായുള്ള 13-അംഗ ലോക്കൽ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത്, നാടറിഞ്ഞ ഒരു സമ്മേളനമാണെന്നത്. വിവിധ തലങ്ങളിൽ തട്ടുകളിൽ ഈ കാര്യങ്ങളെല്ലാം അണുവിട തെറ്റാത്ത ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. ഇതിൽ ആദ്യ അവസാനം വരെയുള്ള ചടങ്ങുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് വടക്കുംനാഥന്റെ നിലപാട് തറ. പൂരം വിളംബരമാകുന്നത് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള എല്ലാ സുപ്രധാനമായ ചടങ്ങുകളും നടക്കുന്നത് ഈ നിലപാട് തറയ്ക്ക് അഭിമുഖമായിട്ടാണ്. പൂരം ഇവിടെ നിന്നാൽ സുഗമമായി കാണാമെന്നതും ഏറെ സവിശേഷമാണ്.
വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് ശ്രീമൂലസ്ഥാനമായ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപമാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പൂരം കണ്ടിരുന്നതും നിയന്ത്രിച്ചിരുന്നതും ഈ നിലപാട് തറയിൽ ഇരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന് എഴുന്നള്ളി ഈ നിലപാട് തറയിൽ എത്തുമ്പോഴാണ് പൂരവിളംബരമായി 3 തവണ ശംഖ് മുഴക്കുന്നത്. പൂരം നാൾ 8 ഘടകക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാർ രാവും പകലും എഴുന്നള്ളി വന്ന് നിലയുറപ്പിച്ച് പൂരം നടത്തുന്നത് ഇതേ നിലപാട് തറയിലാണ്. പൂരപ്പിറ്റേന്ന് പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ മുഖാമുഖം വന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതും നിലപാട് തറയ്ക്ക് അഭിമുഖമായാണ്. കൂടാതെ ഇതിന് ഇരുവശങ്ങളിലുമായിട്ടാണ് വെടിക്കെട്ടും അരങ്ങേറുന്നത്. ഇതിനു പുറമെ രാജഭരണകാലത്ത് കുറ്റവാളികൾക്കുള്ള ശിക്ഷ നടപ്പാക്കിയിരുന്നതും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ പൂരം പോലെ തന്നെ ശക്തന്റെ നിലപാട് തറയും ചരിത്ര പ്രാധാന്യമുള്ള ഇടമായി ഇന്നും സംരക്ഷിച്ച് നിലനിർത്തി പോവുകയാണ്. ഒരു പൂരം കൂടി വരവറിയിക്കുമ്പോൾ നിലപാട് തറയെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിനെപ്പറ്റി കൂടുതൽ അറിയാനുമുള്ള ആകാംക്ഷയും വർദ്ധിക്കുകയാണ്. നിലപാട് തറയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെയും ബാലവേദി അംഗങ്ങളുടെയും ടോക്കിംഗ് പാർലറും ഉല്ലാസയാത്രയും സംഘടിപ്പിച്ചു. MLA മുരളി പെരുന്നല്ലി ടോക്കിംഗ് പാർലറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല സെക്രട്ടറി CA ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശില്പ ഷിജു, നിഷ സുരേഷ്, പഞ്ചായത്ത് മെമ്പർമാരായ ഷീബ വേലായുധൻ, ശ്രീദേവി ഡേവിസ്, KV ഷിജു, KN മനോജ്, ഷൈനി, കൊച്ചു ദേവസി, സോമി ബൈജു എന്നിവർ സംസാരിച്ചു. YMCയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ പൗരാവലി ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചു. കിഴക്കേ നടയിൽ നടന്ന സ്മരണാഞ്ജലി നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു M. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ അനുശോചന സന്ദേശം നൽകി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, KPA റഷീദ്, YMCA ഭാരവാഹികളായ CD ജോൺസൺ, ലോറൻസ് നീലങ്കാവിൽ, ജിഷോ S. പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജസ്റ്റിസ് ഫോറം വാർഷികാഘോഷം 29-ന് പാവറട്ടി കൾച്ചറൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജസ്റ്റിസ് ഫോറം രക്ഷാധികാരി VK ഷറഫുദ്ദീൻ, ചെയർമാൻ PA ഹസൻ, മാനേജിംഗ് ട്രസ്റ്റി PT സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. CPI ലോക മല്ലേശ്വരം ലോക്കൽ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KG ശിവാനന്ദൻ, VR സുനിൽകുമാർ MLA, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, KK രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ് നമ്മുടെ രാജ്യം. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്തന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തൻ വിളവെടുത്തു. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ, കൃഷി അസിസ്റ്റന്റുമാരായ K സ്വാതി, കുഞ്ഞലി എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ രാപ്പാൾ കിഴക്കുമുറി കോഴിപ്പാടൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, KV സുഭാഷ് എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10.8 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. 12 ലക്ഷം രൂപയാണ് നമ്മളന്ന് വകയിരുത്തിയത്. ഇപ്പോൾ ടെൻഡർ എടുക്കുന്നത് 10.80 ലോക്സഭാ ഇലക്ഷനിലൂടെ വന്ന് ഞാൻ പോയത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വിഹിതം ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും തിങ്കളാഴ്ച നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് 4 ഘട്ടങ്ങളായി അനുവദിച്ച 65 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 2191 ചതുരശ്ര അടിയിൽ കോൺഫറൻസ് ഹാൾ പണികഴിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ആധുനിക രീതിയിൽ പണികഴിപ്പിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ET ടൈസൺ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, വൈസ് പ്രസിഡന്റ് ഹഫ്സ ഉഫൂർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹഫ്സൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K. മധുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
CPI മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗങ്ങളായ VR സുനിൽകുമാർ MLA, PP സുഭാഷ്, സംഘാടക സമിതി ചെയർമാൻ KM സലീം, AM സായുജ്, KM രതീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി 13 ഭാഷ നന്നായി സംസാരിക്കുന്ന അതിലേറെ മൗനം എന്ന ഭാഷ കൈമുതലായിട്ടുള്ള PV നരസിംഹറാവു. തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ചരിത്രപ്രസിദ്ധമായ കാട്ടുകുളം പരിസരം പൂന്തോട്ടങ്ങളും ഫലവൃക്ഷാദികളും വെച്ച് പിടിപ്പിച്ച് ഹരിതാപമാക്കിയിരിക്കുകയാണ് തിരുവല്ലാമല പഞ്ചായത്ത്. പ്രദേശവാസികൾ കുളിക്കാനും തുണിയലക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത്. തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഈ കുളം ഏറെ ഉപകാരപ്രദമാണ്. ഇതിനു മുന്നിലായി ബസ് സ്റ്റോപ്പിന് സമീപം പുറംപോക്കിൽ 2 ഉപയോഗശൂന്യമായ പെട്ടിക്കടകളും നീക്കം ചെയ്ത് സ്നേഹരാമം എന്ന പേരിൽ പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം സ്വകാര്യ സംരംഭകനായ നൌഫൽ ആനമലയാണ് സ്നേഹരാമം ഒരുക്കിയത്. സായാഹ്നം ചിലവഴിക്കാൻ പൊതുജനങ്ങൾക്ക് നല്ലൊരു വിശ്രമ കേന്ദ്രം കൂടിയാക്കി മാറ്റിയിട്ടുണ്ട്. പൊളിഞ്ഞുകിടന്ന പെട്ടിക്കടകളുടെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു ഇവിടം. ഈ പദ്ധതി നടപ്പിലാക്കിയതോടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുവാനും അതോടൊപ്പം ഗ്രീൻ സിറ്റി എന്ന ആശയം നടപ്പിലാക്കാനും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. പൈതൃക ഗ്രാമമായ തിരുവല്ലാമലയിൽ ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങൾ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന ആശയത്തിൽ സ്നേഹരാമം പൂന്തോട്ടങ്ങളാക്കി മാറ്റി പവിത്ര ഗ്രാമമാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ TCVയോട് പറഞ്ഞു. തിരുവല്ലാമലയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു കുളമാണ്. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂന്തോട്ടം ഒരുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുവല്ലാമല സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റു ആളുകളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. അതിന് മുൻവശം ഇത്രയേറെ ഭംഗിയായി നിലനിർത്താൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. TCV തിരുവല്ലാമല. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പാറപ്പുറം സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MK വിശ്വംഭരൻ അധ്യക്ഷനായി. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി KP ജയൻ, എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് കടങ്ങോട്, ഡോക്ടർ സന്തോഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് അതിലൊരു 5-6 കുട്ടികൾക്ക് കണ്ണിനസുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ് നമുക്ക് ഒരു ഗുളിക തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഒരു പേടിയുണ്ടാവും. അത് നമ്മുടെ മഴക്കാലം പോണ അതിന്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് തരുന്ന മരുന്നായാലും വീടുകളിൽ കൊണ്ടുവന്ന് വരുമ്പോൾ കഴിക്കാൻ ഒരു പേടിയുണ്ടാവും. ആ സാധനത്ത് ഒരു കഷായ, ഒരു തൈല, അങ്ങനെയുള്ള മരുന്നുകളാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു പേടിയില്ല. അപ്പൊ ആയുർവേദത്തെ കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. അടിവാരം പള്ളിയിൽ നിന്ന് കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമുടിയിൽ നടന്ന ദിവ്യബലിക്ക് ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അടിവാരം പള്ളിയിൽ ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, അസിസ്റ്റന്റ് വികാരിമാരായ അജിത് തടത്തിൽ, റൈസൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, കുരിശുമുടി കൺവീനർ ഷിജു പാടേടത്ത് പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇരുപത് രാജ്യങ്ങളിലെ 5000 സ്കൂളുകൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഹിന്ദി ഒളിമ്പ്യാഡിൽ കരിമത്ര സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് സ്വർണ്ണ മെഡൽ. റിട്ടയർഡ് SI ഇന്ദ്രപ്രസ്ഥത്തിൽ രാജേന്ദ്രൻ, പോലീസ് അക്കാദമിയിലെ ASI ബേബി ദമ്പതികളുടെ മകളും രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അനന്തിക മൈഥിലിക്കാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷം വെങ്കല മെഡൽ ജേതാവായിരുന്നു. കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘം പ്രവർത്തകർ അനന്തിക മൈഥിലിയെ വസതിയിലെത്തി ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ TD ഫ്രാൻസിസ് ഉപഹാരം നൽകി. സന്തോഷ് ഏറക്കാട്ട് അധ്യക്ഷനായി. കുട്ടൻ മച്ചാട്, വിനോദ് മാടവന, NM വിനീഷ്, CO അലോഷ്യസ് എന്നിവർ സംസാരിച്ചു.
നിറച്ചാർത്ത് സംഘടിപ്പിക്കുന്ന മൂന്നാമത് കുട്ടിപ്പട്ടാളം അവധിക്കാല ക്യാമ്പ് എങ്കക്കാട് നിദർശനയിൽ തുടരുന്നു. ക്യാമ്പിന്റെ ആദ്യ 2 ദിനങ്ങൾ നാടക കലാകാരൻ ES സുഭീഷിന്റെ നേതൃത്വത്തിലുള്ള നാടക കളരിയും, മൂന്നാം ദിനം പ്രസാദ് കൈതക്കൽ നയിച്ച സയൻസും മാജിക്കും നടന്നു. ഇന്ന് ചിത്രകാരനും ശില്പിയുമായ പ്രമോദ് ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചിത്രകലാ ശില്പശാല നടക്കും. ക്യാമ്പ് ഇന്ന് വൈകിട്ട് സമാപിക്കും. VU രാധാകൃഷ്ണൻ രചിച്ച തേക്കിൻകാട്ടിലെ മരങ്ങളും മർമരങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രന് പുസ്തകം കൈമാറി നിർവഹിച്ചു. വടക്കാഞ്ചേരി മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ നാടകകൃത്ത് ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, കാർട്ടൂണിസ്റ്റ് മധൂസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, പ്രധാന അധ്യാപിക KP ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിച്ച തിരുവഞ്ചിക്കുളം അംഗനവാടി ഹെൽപ്പർ VK അരുണയ്ക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ 21 വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വാർഡ് കൌൺസിലർ KA സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അജിത പ്രതാപൻ അധ്യക്ഷയായി. അംഗൻവാടി ടീച്ചർ ലിനി, വിക്രമാദിത്യൻ, സജീവൻ, അജിത, VK അരുണ എന്നിവർ സംസാരിച്ചു. ടീച്ചറാണെങ്കിലും ഹെൽപ്പറാണെങ്കിലും ഇതിക്ക് മുന്നുണ്ടായ സുഖമാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കുട്ടികളോടുള്ള പ്രവർത്തനവും ഒരു തരത്തിലുള്ള പരാതികൾക്കോ ഒന്നും ഇടവരാതെ. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് എളങ്ങുന്നപ്പുഴ സഹകാർമ്മികനായി ജനറൽ കൺവീനർ ജോസ് മൂത്തേടൻ, സീക്കോ മഞ്ഞളി, വിൽസൺ കാരാത്ര, ജോർജ് മഞ്ഞളി, ജോൺസൺ കൈപ്പള്ളി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 30-നാണ് തിരുനാൾ. പുന്നമ്പറമ്പ് മച്ചാട് സെന്റ് ആനീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ വർഗീസ് ചാലക്കൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മാർട്ടീന, ജോണി ചിറ്റിലപ്പള്ളി, ടോമി ആന്റോ, VJ ജോജു, AA നിക്സൺ, ജിനോ വടക്കൂടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 13-നാണ് ഊട്ടുതിരുനാൾ. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മറ്റത്തൂർക്കുന്ന് സ്വദേശി ആരവ് കൃഷ്ണനാണ് മരിച്ചത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ബാസിയെയും ഷൈൻ ടോം ചാക്കോയെയും നാളെ ചോദ്യം ചെയ്യും. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന പരാതി. വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. മുനയ്ക്കക്കടവ് നിരോധിച്ച വലയുപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് വിറ്റ തുക ട്രഷറിയിൽ അടച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.